ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ഓൾ. ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിൽ ഹെഡ്ജിങ് വിത്ത് ഓപ്ഷൻസ് എന്നുള്ള ഏരിയയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിലെ ഫസ്റ്റ് സ്ട്രാറ്റജി ആയിട്ടുള്ള ഹെഡ്ജിങ് ലോങ് പൊസിഷൻ ഇൻ സ്റ്റോക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അതായത് പ്രൊട്ടക്റ്റീവ് പുട്ട് എന്നുള്ള സ്ട്രാറ്റജി. ഇനി സെക്കൻഡ് സ്ട്രാറ്റജിയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഹെഡ്ജിങ് ഷോർട്ട് പൊസിഷൻ ഇൻ സ്റ്റോക്ക് വിത്ത് കോൾ ഓപ്ഷൻ. കോൾ ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് സ്റ്റോക്കിലെ ഷോർട്ട് പൊസിഷൻ ഹെഡ്ജ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു അസറ്റ് വാങ്ങാനുള്ള റൈറ്റിനെയാണ് കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത്. ദെൻ ഷോർട്ട് പൊസിഷൻ ഇൻ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് തരത്തിൽ പറയാം. ഫസ്റ്റ് വണ്ണ്, ഒരു പാർട്ടി, ഒരു ട്രേഡർ ഒരു സ്റ്റോക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അയാളുടെ കയ്യിൽ അറ്റ് പ്രസൻറ്റ് സ്റ്റോക്ക് ഇല്ല, സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാത്തൊരു വ്യക്തിയാണ്. പക്ഷേ നിയർ ഫ്യൂച്ചറിൽ തന്നെ അയാൾ ആ സ്റ്റോക്ക് വാങ്ങാനുള്ള തീരുമാനത്തിലാണ്. സോ ആ സ്റ്റോക്ക് വാങ്ങണമെന്ന് തീരുമാനിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസ് കൂടുക എന്ന് പറയുന്നത് ആ ട്രേഡറെ സംബന്ധിച്ചിടത്തോളം റിസ്ക്കാണ്. നമ്മളൊരു പ്രോഡക്റ്റ് എന്ത് തന്നെയാണെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ അതിൻ്റെ റേറ്റ് കൂടുമ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുപോലെ തന്നെയാണ് സ്റ്റോക്ക് അറ്റ് പ്രസൻറ്റ് ഹോൾഡ് ചെയ്യാത്ത ഒരു ട്രേഡർ, അയാളുടെ കയ്യിൽ ഫണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് അല്ലെങ്കിൽ അറ്റ് പ്രസൻറ്റ് അത് വാങ്ങാത്തത്. പക്ഷേ നിയർ ഫ്യൂച്ചറിൽ അത് വാങ്ങണം എന്നുള്ള ഇൻറ്റൻഷൻ അയാൾക്കുണ്ട്. സോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് കൂടിയാൽ അയാൾക്ക് ബുദ്ധിമുട്ടാവും. അസറ്റിൻ്റെ പ്രൈസ് കുറയുകയാണെങ്കിൽ അത് അയാൾക്ക് ഫേവറബിൾ ആണ്, കുറഞ്ഞ റേറ്റിന് വാങ്ങാം. പക്ഷേ ആ അസറ്റിൻ്റെ റേറ്റ് കൂടുകയാണെങ്കിൽ അത് അയാൾക്ക് റിസ്ക് ഉള്ള കാര്യമാണ്. ദെൻ സെക്കൻഡ് കേസ് ഷോർട്ട് സെല്ലിങ്ങുമായി ബന്ധപ്പെട്ടിട്ട്. ഷോർട്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി, ഒരു ട്രേഡർ അയാളുടെ കയ്യിലില്ലാത്ത ഒരു സ്റ്റോക്ക് വിൽക്കുകയും അത് പിന്നീട് വാങ്ങുകയാണെങ്കിൽ അതിനെയാണ് ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു ട്രേഡർക്ക് തോന്നുകയാണ് ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് കുറയും എന്ന് തോന്നുകയാണെങ്കിൽ ഇന്നത്തെ കൂടിയ റേറ്റിന് ആദ്യം വിൽക്കുകയും രണ്ടാമത് ആ കുറഞ്ഞ റേറ്റിന് അത് വാങ്ങുകയും ചെയ്യുകയാണെങ്കിൽ ഈ ഹയർ സെല്ലിംഗ് പ്രൈസും ലോവർ പർച്ചേസ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് അയാളുടെ പ്രോഫിറ്റ് ആയിരിക്കും. അത്തരം സ്ട്രാറ്റജിയാണ് നമ്മൾ ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് സിറ്റുവേഷനിലും ഒരു സ്റ്റോക്കിൽ ഷോർട്ട് പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന ട്രേഡറെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്കിൻ്റെ പ്രൈസ് കൂടുക എന്നുള്ളത് റിസ്ക്കാണ്. ആ റിസ്ക് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു കോൾ ഓപ്ഷൻ വാങ്ങും. കോൾ ഓപ്ഷൻ വാങ്ങുന്നത് വഴി ആ സ്റ്റോക്ക് കോൾ ഓപ്ഷൻ പ്രകാരമുള്ള സ്ട്രൈക്ക് പ്രൈസിന് വാങ്ങാനുള്ള റൈറ്റ് അവർക്ക് കിട്ടും. അങ്ങനെ സ്റ്റോക്കിലെ ഷോർട്ട് പൊസിഷൻ കാരണം ഉണ്ടാകുന്ന ലോസ് അല്ലെങ്കിൽ റിസ്ക് ഒഴിവാക്കാൻ കോൾ ഓപ്ഷൻ യൂസ് ചെയ്തതുകൊണ്ട് കഴിയും. അപ്പോൾ കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ബൈ ആണ്. അപ്പോൾ ഈ പാർട്ടീസ് എക്സ്പെക്റ്റ് ചെയ്ത പോലെ ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് കൂടുകയാണെങ്കിൽ അവർ കോൾ ഓപ്ഷൻ എക്സസൈസ് ചെയ്യുകയും അത് പ്രകാരം സ്റ്റോക്ക് വാങ്ങുകയും ചെയ്യും. അപ്പോൾ അവിടെ അവർക്ക് പ്രോഫിറ്റ് ഉണ്ടായിരിക്കും. അതേസമയം സ്റ്റോക്കിലെ ഷോർട്ട് പൊസിഷനുള്ള ലോസ് അവർക്ക് ഈ പ്രോഫിറ്റ് ഇട്ട് കോമ്പൻസേറ്റ് ചെയ്യാം. ഇനി ഇൻ കേസ് അവർ എക്സ്പെക്റ്റ് ചെയ്തതിന് ഓപ്പോസിറ്റായിട്ട് സ്റ്റോക്കിൻ്റെ പ്രൈസ് കുറയുകയാണ് ചെയ്തത് എന്നുണ്ടെങ്കിൽ അവർ കോൾ ഓപ്ഷൻ എക്സസൈസ് ചെയ്യാതെ അതിന് എക്സ്പയർ ചെയ്യാൻ വിടും. അങ്ങനെയാകുമ്പോൾ അവർക്ക് ലോസ് ഉണ്ടാവും. ആ ലോസ് എന്ന് പറയുന്നത് മാക്സിമം അവർ കൊടുത്തുള്ള പ്രീമിയം വരെയായിരിക്കും. അതിൻ്റെ മുകളിലേക്ക് അവർക്ക് ലോസ് പോകാതെ നോക്കാനും പറ്റും. ഇതാണ് സ്റ്റോക്കിൽ ഷോർട്ട് പൊസിഷൻ ഹോൾഡ് ചെയ്യുമ്പോൾ ഒരു കോൾ ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഹെഡ്ജിങ് ചെയ്യുന്ന സ്ട്രാറ്റജി, ഹെഡ്ജിങ് ഷോർട്ട് പൊസിഷൻ ഇൻ സ്റ്റോക്ക് വിത്ത് കോൾ ഓപ്ഷൻ. ദെൻ അടുത്ത സ്ട്രാറ്റജിയാണ് ഇൻകം ജനറേഷൻ ത്രൂ ദ സ്ട്രാറ്റജി ഓഫ് റൈറ്റിംഗ് കവേർഡ് കോൾ. നമ്മൾ മുന്നേ രണ്ട് സ്ട്രാറ്റജി പറഞ്ഞു, പ്രൊട്ടക്റ്റീവ് പുട്ടും അതുപോലെ തന്നെ ഹെഡ്ജിങ് ഷോർട്ട് പൊസിഷൻ ഇൻ സ്റ്റോക്ക് വിത്ത് കോൾ ഓപ്ഷനും. രണ്ട് കേസിലും പാർട്ടീസ് അവരുടെ റിസ്ക് ഹെഡ്ജ് ചെയ്യാനാണ് നോക്കുന്നത്. അതേസമയം ഓപ്ഷൻസ് യൂസ് ചെയ്തുകൊണ്ട് പാർട്ടീസിന് ഇൻകം ജനറേറ്റ് ചെയ്യാനും പറ്റും. അത് രണ്ട് തരത്തിലാകാം, ഒന്നെങ്കിൽ കവേർഡ് കോൾ റൈറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ വാങ്ങിക്കൊണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ കവേർഡ് കോൾ റൈറ്റ് ചെയ്യുമ്പോഴുള്ള സ്ട്രാറ്റജി നമ്മൾ പറയുന്നത്, അതായത് ഇൻകം ജനറേഷൻ ത്രൂ ദ സ്ട്രാറ്റജി ഓഫ് റൈറ്റിംഗ് കവേർഡ് കോൾ. ദെൻ കവേർഡ് കോൾ റൈറ്റ് ചെയ്യുന്ന പാർട്ടീസ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് പ്രൈസ് എക്സസൈസ് പ്രൈസിനേക്കാൾ കൂടൂല, സ്പോട്ട് പ്രൈസ് എക്സസൈസ് പ്രൈസിനേക്കാൾ കൂടൂല എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന പാർട്ടീസാണ് കവേർഡ് കോൾ റൈറ്റ് ചെയ്തുകൊണ്ട് ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്. റൈറ്റിംഗ് കവേർഡ് കോൾ എന്ന് പറഞ്ഞാൽ ടേക്കിംഗ് ഷോർട്ട് പൊസിഷൻ ഇൻ എ കോൾ ഓപ്ഷനാണ്. റൈറ്റിംഗ് അല്ലെങ്കിൽ റൈറ്റർ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? സെല്ലർ ആയിരിക്കും. സോ ഒരു കോൾ ഓപ്ഷൻ റൈറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവർ വാങ്ങാനുള്ള റൈറ്റ് വിൽക്കുകയാണ്.
അങ്ങനെ വാങ്ങാനുള്ള റൈറ്റ് വിൽക്കുമ്പോൾ റൈറ്റർക്ക് അല്ലെങ്കിൽ സെല്ലർക്കുള്ള ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് സെല്ലിങ് ദ സ്റ്റോക്ക് അല്ലെങ്കിൽ സെല്ലിങ് ദ അസറ്റാണ്. ഒരു കോൾ ഓപ്ഷൻ വിറ്റിട്ടുണ്ടെങ്കിൽ കോൾ ഓപ്ഷൻ ഹോൾഡർ അതെന്ത് ചെയ്യും, ആ ഓപ്ഷൻ പ്രകാരം ആ റൈറ്റ് എക്സസൈസ് ചെയ്തുകൊണ്ട് അസറ്റ് വാങ്ങാമെന്ന് തീരുമാനിച്ചാൽ ഈ കോൾ ഓപ്ഷൻ വിറ്റിട്ടുള്ള റൈറ്റർ അല്ലെങ്കിൽ സെല്ലർ ആ അസറ്റ് കോൾ ഓപ്ഷൻ ഹോൾഡർക്ക് വിൽക്കണം. അപ്പോൾ കോൾ ഓപ്ഷൻ റൈറ്ററിൻ്റെ അല്ലെങ്കിൽ സെല്ലറിൻ്റെ ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് ടു സെല്ലാണ്. ഇനി എന്താണ് കവേർഡ് കോൾ? കോൾ 2 തരത്തിലാണ് റൈറ്റ് ചെയ്യുക. ഒന്നെങ്കിൽ കവേർഡ് കോൾ അല്ലെങ്കിൽ നേക്ക്ഡ് കോൾ. കോൾ റൈറ്റ് ചെയ്യുമ്പോൾ റൈറ്റർ ആ അസറ്റ് ഹോൾഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് നേക്ക്ഡ് കോൾ എന്ന്. ഇപ്പോൾ ഞാനൊരു കോൾ ഓപ്ഷൻ റൈറ്റ് ചെയ്യുന്ന സമയത്ത് ആ കോൾ ഓപ്ഷൻ്റെ അണ്ടർലൈൻ അസറ്റ് ഞാൻ ഹോൾഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ആ അസറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ കോളിനെ നേക്ക്ഡ് കോൾ എന്നാണ് പറയുക. അതേസമയം കോൾ റൈറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ പറഞ്ഞിട്ടുള്ള അണ്ടർലൈൻ അസറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റൈറ്ററിൻ്റെ കയ്യിൽ ആ ഒരു അസറ്റ് ഉണ്ടെങ്കിൽ അതിനെ കവേർഡ് കോൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ കോൾ ഓപ്ഷൻ റൈറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്തൊക്കെയായാലും റൈറ്റർക്ക് ഒബ്ലിഗേഷൻ ടു സെല്ല് ഉണ്ടായിരിക്കും. അപ്പോൾ ഇൻ കേസ് ഒരു നേക്ക്ഡ് കോളാണ് എന്ന് കരുതുക. നേക്ക്ഡ് കോളാണ് എന്നുള്ള കേസിൽ കോൾ ഓപ്ഷൻ ഹോൾഡർ ആ ഓപ്ഷൻ പ്രകാരം അസറ്റ് വാങ്ങാൻ തീരുമാനിച്ചാൽ കോൾ ഓപ്ഷൻ സെല്ലർ ആ അസറ്റ് അയാളുടെ കയ്യിൽ ഇല്ലാത്തത് കാരണം മാർക്കറ്റിൽ പോയി വാങ്ങിയിട്ട് കോൾ ഓപ്ഷൻ ഹോൾഡർക്ക് കൊടുക്കണം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അത് കോൾ ഓപ്ഷൻ റൈറ്ററെ സംബന്ധിച്ചിടത്തോളം ഹൈ റിസ്ക് ആണ്, ഹൈലി സ്പെക്കുലേറ്റീവ് സ്ട്രാറ്റജിയാണ് അവിടെ വരുന്നത്. കാരണം എന്താണ്? ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ സ്ട്രൈക്ക് പ്രൈസ് 100 ആണ്, പ്രീമിയം 5 രൂപയും കൊടുത്തിട്ടുണ്ട് വിചാരിക്കാം. അപ്പോൾ കോൾ ഓപ്ഷൻ ടു ബൈ ദ അസറ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 100 ആണ്. അവിടുത്തെ ഓപ്ഷൻ പ്രീമിയം അല്ലെങ്കിൽ ഓപ്ഷൻ പ്രൈസ് 5 രൂപയാണ്. ഓക്കെ, അപ്പോൾ കോൾ ഓപ്ഷൻ റൈറ്റ് ചെയ്യുന്ന ആൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണ്? സ്പോട്ട് പ്രൈസ് എക്സസൈസ് പ്രൈസിനേക്കാൾ കൂടൂല എന്നുള്ളതാണ്. സോ സപ്പോസ് സ്റ്റോക്കിൻ്റെ പ്രൈസ് 100ൻ്റെ താഴേക്ക് പോയി അല്ലെങ്കിൽ 95 ആയി കരുതുക. അപ്പോൾ 100 രൂപയാണ് സ്ട്രൈക്ക് പ്രൈസ്, 95 രൂപയാണ് സ്പോട്ട് പ്രൈസ് എന്നുണ്ടെങ്കിൽ കോൾ ഓപ്ഷൻ ഹോൾഡർ ആ ഓപ്ഷൻ എക്സസൈസ് ചെയ്യൂല. സോ അത്തരം കേസിൽ കോൾ ഓപ്ഷൻ സെല്ലർക്ക് ആ പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആയിരിക്കും. ഇനി ഇൻ കേസ് അവിടെ 100 രൂപ എന്ന് പറയുന്ന സ്ട്രൈക്ക് പ്രൈസിൻ്റെ മുകളിലേക്കാണ് സ്പോട്ട് പ്രൈസ് പോയത്. സപ്പോസ് 120 ആയി സ്റ്റോക്കിൻ്റെ പ്രൈസ് കരുതുക. അങ്ങനെയാണെങ്കിൽ കോൾ ഓപ്ഷൻ ഹോൾഡർ ആ റൈറ്റ് എക്സസൈസ് ചെയ്യും. 100 രൂപയാണ് സ്ട്രൈക്ക് പ്രൈസ്. അപ്പോൾ കോൾ ഓപ്ഷൻ ഹോൾഡർക്ക് 120 രൂപയുടെ സ്റ്റോക്ക് 100 രൂപക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ കോൾ ഓപ്ഷൻ എക്സസൈസ് ചെയ്യാണ് ഉണ്ടാവുക. അപ്പോൾ കോൾ ഓപ്ഷൻ ഹോൾഡർ 100 രൂപക്ക് അസറ്റ് വാങ്ങാൻ വില്ലിങ് ആവുമ്പോൾ കോൾ ഓപ്ഷൻ റൈറ്റർക്ക് ആ 100 രൂപക്ക് സ്റ്റോക്ക് ഹോൾഡർക്ക് കൊടുക്കൽ നിർബന്ധമാണ്, ഒബ്ലിഗേഷനാണ്. സോ നേക്ക്ഡ് കോളാണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം കോൾ റൈറ്റ് ചെയ്ത പാർട്ടിയുടെ കയ്യിൽ അസറ്റ് ഉണ്ടാവില്ല. സോ ഈ ഒരു കേസിൽ ആ പാർട്ടിയുടെ കയ്യിൽ അസറ്റ് ഇല്ല, പക്ഷേ ഹോൾഡർക്ക് അസറ്റ് വാങ്ങാനുള്ള റൈറ്റ് ഉണ്ട്. അയാൾ ചൂസ് ചെയ്യുന്ന സമയത്ത് ഈ സെല്ലർക്ക് നിർബന്ധമായിട്ടും ആ അസറ്റ് കൊടുക്കേണ്ട ഒബ്ലിഗേഷൻ ഉണ്ട്. അപ്പോൾ ഇയാളുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലാത്ത കാരണം ഇയാൾ എന്ത് ചെയ്യേണ്ടി വരും? ഓപ്പൺ മാർക്കറ്റിൽ പോയിട്ട് 120 രൂപക്ക് ആ സ്റ്റോക്ക് വാങ്ങിക്കൊണ്ട് ഓപ്ഷൻ പ്രകാരമുള്ള അയാളുടെ ഒബ്ലിഗേഷൻ ഫുൾഫിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് അയാൾക്ക് ഹൈ ലോസ് കൊണ്ടുവരും. സോ ഇവിടെ ഓപ്ഷൻ്റെ സ്പോട്ട് പ്രൈസ് സ്ട്രൈക്ക് പ്രൈസിനേക്കാൾ കൂടുന്നതനുസരിച്ചിട്ട് ഹൈ ലോസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ അൺലിമിറ്റഡ് റിസ്ക് ആണ്, അതുപോലെ തന്നെ അൺലിമിറ്റഡ് ലോസ് ആണ് എന്ന് പറയുന്നത്. അതേസമയം ഈ നേക്ക്ഡ് കോളിന് പകരം കവേർഡ് കോളാണ് റൈറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, കവേർഡ് കോൾ എന്ന് പറഞ്ഞാൽ കോൾ റൈറ്റ് ചെയ്യുന്ന സമയത്ത് റൈറ്ററിൻ്റെ കയ്യിൽ ആ അസറ്റ് ഉണ്ട്, അയാളത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ അത്തരം കേസിലാണെങ്കിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പ്രകാരം 120 രൂപയായി സ്പോട്ട് പ്രൈസ് കരുതാം. കോൾ ഓപ്ഷൻ പ്രകാരം ഓപ്ഷൻ ഹോൾഡർ ആ അസറ്റ് വാങ്ങാൻ വില്ലിങ് ആവും. സോ കോൾ ഓപ്ഷൻ റൈറ്റർ എന്ത് ചെയ്യേണ്ടി വരും? 100 രൂപക്ക് ആ സ്റ്റോക്ക് ബയർക്ക് കൊടുക്കേണ്ടി വരും. സോ ഇവിടെ ആ കവേർഡ് കോളായ കാരണം തന്നെ റൈറ്ററിൻ്റെ കയ്യിൽ ഓൾറെഡി അസറ്റ് ഉണ്ട്, ഇനി 120 രൂപക്ക് പോയിട്ട് വാങ്ങേണ്ട ആവശ്യമില്ല. സോ കയ്യിലുള്ളത് കൊണ്ട് തന്നെ ആ അസറ്റ് 100 രൂപക്ക് വിൽക്കാൻ കഴിയും. സോ നേക്ക്ഡ് കോളിൻ്റെ അത്രത്തോളം ലോസ് ഇവിടെ വരുന്നില്ല. സോ കവേർഡ് കോൾ റൈറ്റ് ചെയ്തുകൊണ്ട് പാർട്ടീസിന് ഫോളിംഗ് പ്രൈസ് ഹെഡ്ജ് ചെയ്യാൻ കഴിയും. ദെൻ കവേർഡ് കോളിൻ്റെ പേ ഓഫ് എങ്ങനെയാണെന്ന് നോക്കാം.
ഓക്കെ, കവേർഡ് കോൾ പേ ഓഫ് ആണ് ഈ ഗ്രാഫിൽ കാണിച്ചിട്ടുള്ളത്. 3 ലൈൻസ് ഉണ്ട്. ഒന്ന് ലോങ് സ്റ്റോക്ക്, ദെൻ കോൾ ഓപ്ഷന് ഓർ സെല്ലിങ് എ കോള്, ദെൻ കവേർഡ് കോൾ. ഫസ്റ്റ് കോൾ ഓപ്ഷൻ്റെ ലൈൻ ഒന്ന് നോക്കുക. ഇവിടെ നമുക്കറിയാം സ്ട്രൈക്ക് പ്രൈസ് എക്സാമ്പിൾ പ്രകാരം 100 റുപ്പീസാണ്, പ്രീമിയം 12 ആണ്. ഓക്കെ, ദെൻ 100 റുപ്പീസ് ആയാലും സ്ട്രൈക്ക് പ്രൈസിൻ്റെ താഴേക്കാണ് സ്പോട്ട് പ്രൈസ് വരുന്നത് എന്നുണ്ടെങ്കിൽ കോൾ ഓപ്ഷൻ ഹോൾഡർ ആ ഓപ്ഷൻ എക്സസൈസ് ചെയ്യൂല. സോ അത്തരം കേസിൽ റൈറ്ററിന് പ്രീമിയം എന്നുള്ളത് പ്രോഫിറ്റായിട്ട് മാറും. സോ അതുകൊണ്ടാണ് ഇവിടെ മാക്സിമം പ്രോഫിറ്റുള്ള 12 രൂപയ്ക്ക് നേരെ സ്ട്രൈറ്റ് ലൈനായിട്ട് ഹൊറിസോണ്ടലായിട്ട് ലൈന് വരുന്നത്. ദെൻ 100 റുപ്പീസിൻ്റെ മുകളിലേക്ക് സ്പോട്ട് പ്രൈസ് പോകും തോറും ആ പ്രോഫിറ്റ് കുറഞ്ഞു വരും. അങ്ങനെ 112 എത്തുമ്പോൾ ബ്രേക്ക് ഈവൻ പ്രൈസ് ആകും. അവിടെ പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ലാത്ത സിറ്റുവേഷനാണ്. ദെൻ 112 മുകളിലേക്ക് സ്പോട്ട് പ്രൈസ് പോകും തോറും ലോസ് ആയിട്ട് മാറും കോൾ ഓപ്ഷൻ റൈറ്റർക്ക്. കോൾ ഓപ്ഷൻ റൈറ്ററിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ പറഞ്ഞത്. ഇനി അപ്പോൾ കോൾ ഓപ്ഷനിലുള്ള ഷോർട്ട് പൊസിഷൻ വരുന്ന കർവാണ് ആ കാണുന്നത്. നെക്സ്റ്റ് വൺ കുറച്ചും കൂടി ബോൾഡായിട്ടുള്ള ഡോട്ടുള്ള ഒരു സ്ട്രൈറ്റ് ലൈൻ കാണുന്നുണ്ട്, ലോങ് സ്റ്റോക്ക്. ലോങ് സ്റ്റോക്ക് പറഞ്ഞാൽ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ ഉണ്ട്, അതായത് സ്റ്റോക്ക് ഓൾറെഡി ഹോൾഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞു കവേർഡ് കോളാണ്. കവേർഡ് കോള് എന്ന് പറഞ്ഞാൽ അയാളുടെ കയ്യിൽ ഓൾറെഡി ആ സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ലോങ് പൊസിഷൻ ഇൻ സ്റ്റോക്ക് എന്ന് പറയാം. സോ സ്റ്റോക്കിൽ ലോങ് പൊസിഷനുള്ള പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്പോട്ട് പ്രൈസ് കൂടും തോറും പ്രോഫിറ്റ് കൂടും. കാരണം നമ്മുടെ കയ്യിലൊരു സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് കൂടുക എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഹയർ മാർക്കറ്റ് പ്രൈസിൽ പോയിട്ട് വിൽക്കാനും പ്രോഫിറ്റ് ഉണ്ടാക്കാനും കഴിയും. സോ സ്റ്റോക്കിലെ ലോങ് പൊസിഷന് സ്പോട്ട് പ്രൈസ് കൂടും തോറും പ്രോഫിറ്റ് കൂടുന്നതിന് കാരണമാവും. അതാണ് അത് അപ്വേർഡ് സ്ട്രൈറ്റ് ലൈനായിട്ട് പോകുന്നത്. ഇനി നമ്മൾ കവേർഡ് കോൾ പറയുന്നത് എന്താണ്? സ്റ്റോക്കിൽ ലോങ് പൊസിഷനും അതുപോലെ തന്നെ കോൾ ഓപ്ഷനും അറ്റ് എ ടൈമാണ്. നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്, ദെൻ അതിൻ്റെ മുകളിൽ ഒരു കോൾ ഓപ്ഷൻ റൈറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കേസുകളിൽ പ്രോഫിറ്റ് എന്തായാലും മാക്സിമം 12 വരുള്ളൂ. പക്ഷേ ലോസ് നമുക്ക് കുറക്കാൻ കഴിയും. ലോങ് സ്റ്റോക്ക്, നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രൈസ് സ്പോട്ട് പ്രൈസ് കുറവാണ് എന്ന് പറഞ്ഞാൽ നമുക്കത് ലോസാണ്. പക്ഷേ അതിൻ്റെ കൂടെ ഒരു കോൾ ഓപ്ഷൻ വരുമ്പോൾ ആ ലോസ് നമുക്ക് കുറക്കാൻ കഴിയും. അതാണ് കവേർഡ് കോൾ എന്നുള്ള ലൈന് ലോങ് സ്റ്റോക്കിലെ ലോസിനേക്കാൾ കുറഞ്ഞ എമൗണ്ട് ലോസ് കാണിക്കുന്നത്. കാരണം കോൾ ഓപ്ഷൻ പ്രകാരമുള്ള പ്രോഫിറ്റ് വഴി നമുക്ക് ലോങ് സ്റ്റോക്കിലെ ലോസ് കോമ്പൻസേറ്റ് ചെയ്യാൻ കഴിയും. സോ അതുകൊണ്ട് തന്നെ അവിടെ ലോസ് കുറക്കാൻ കഴിയും. അതാണ് കവേർഡ് കോളിൻ്റെ ലൈന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പ്രോഫിറ്റ് എന്ത് തന്നെയായാലും മാക്സിമം 12 ആണ്, അല്ലെങ്കിൽ മാക്സിമം ആ പ്രീമിയം എമൗണ്ട് ആയിരിക്കും. ദെൻ കവേർഡ് കോൾ റൈറ്റ് ചെയ്തുകൊണ്ട് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന പോലെ തന്നെ പുട്ട് ഓപ്ഷൻ റൈറ്റ് ചെയ്തുകൊണ്ടും ഇൻകം ജനറേറ്റ് ചെയ്യാം. പുട്ട് ഓപ്ഷൻ റൈറ്റ് ചെയ്തുകൊണ്ട് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന പാർട്ടീസ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അസറ്റിൻ്റെ പ്രൈസ് കുറയൂല, കൂടുകയേ ഉള്ളൂ എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന പാർട്ടീസ് ഉണ്ടാവും. അപ്പോൾ അവരെന്ത് ചെയ്യും? ഒരു പുട്ട് ഓപ്ഷൻ റൈറ്റ് ചെയ്യും. പുട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു സെല്ലാണ്. സോ ഹോൾഡർക്ക് ആ പുട്ട് ഓപ്ഷൻ പ്രകാരം അസറ്റ് വിൽക്കാനുള്ള റൈറ്റ് ഉണ്ട്. സോ ആ ഹോൾഡർ ആ അസറ്റ് വിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ പുട്ട് ഓപ്ഷൻ റൈറ്റർ ആ അസറ്റ് വാങ്ങേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്ട്രൈക്ക് പ്രൈസും ഉണ്ട്, സ്പോട്ട് പ്രൈസും ഉണ്ട്. സ്ട്രൈക്ക് പ്രൈസിൻ്റെ മുകളിലേക്ക് സ്പോട്ട് പ്രൈസ് പോവുകയാണെങ്കിൽ പുട്ട് ഓപ്ഷൻ ഹോൾഡർ പുട്ട് ഓപ്ഷൻ എക്സസൈസ് ചെയ്യില്ല, അതിനെ എക്സ്പയർ ചെയ്യാൻ വിടും. അങ്ങനെ ആവുമ്പോൾ പുട്ട് ഓപ്ഷൻ റൈറ്റർക്ക് പ്രോഫിറ്റ് ഉണ്ടായിരിക്കും. പ്രോഫിറ്റ് എന്ന് പറയുന്നത് പ്രീമിയം എമൗണ്ട് ആയിരിക്കും. ഇനി സ്പോട്ട് പ്രൈസ് സ്ട്രൈക്ക് പ്രൈസിൻ്റെ താഴേക്ക് പോവുകയാണെങ്കിൽ പുട്ട് ഓപ്ഷൻ ഹോൾഡർ ആ ഓപ്ഷൻ എക്സസൈസ് ചെയ്യും. സോ അവിടെ റൈറ്റ് ടു സെല്ലാണ്, അതായത് ഹോൾഡർ എന്ത് ചെയ്യും? സ്ട്രൈക്ക് പ്രൈസിൽ അസറ്റ് റൈറ്റർക്ക് വിൽക്കും. അപ്പോൾ റൈറ്ററിൻ്റെ ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ ടു ബൈ ആയിരിക്കും. ആ അസറ്റ് ആ സ്ട്രൈക്ക് പ്രൈസിൽ വാങ്ങുക എന്നുള്ളതാണ് റൈറ്റർ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ 100 രൂപ സ്ട്രൈക്ക് പ്രൈസുള്ള ഒരു അസറ്റിന് സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത് 90 റുപ്പീസാണ് കരുതുക. സോ 90 റുപ്പീസ് സ്ട്രൈക്ക് പ്രൈസിനേക്കാൾ കുറവായതുകൊണ്ട് തന്നെ പുട്ട് ഓപ്ഷൻ ഹോൾഡർ ആ അസറ്റ് 100 രൂപക്ക് ഈ പുട്ട് ഓപ്ഷൻ റൈറ്റർക്ക് വിൽക്കും. സോ പുട്ട് ഓപ്ഷൻ റൈറ്റർക്ക് ആ 90 രൂപക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന അസറ്റ് 100 രൂപ കൊടുത്തിട്ട് പുട്ട് ഓപ്ഷൻ ഹോൾഡറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങേണ്ട അവസ്ഥ വരും. ദെൻ നെക്സ്റ്റ് വൺ, സ്പെക്കുലേഷൻ വിത്ത് സിംഗിൾ ഓപ്ഷൻ.
ഒരൊറ്റ ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് സ്പെക്കുലേഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതിൽ രണ്ട് തരം പാർട്ടീസ്, രണ്ട് തരം ട്രേഡേഴ്സ് ഉണ്ടാവും. ഒന്ന് ബുള്ളിഷ് ട്രെൻഡ് എക്സ്പെക്റ്റ് ചെയ്യുന്ന പാർട്ടീസും മറ്റൊന്ന് ബിയറിഷ് ട്രെൻഡ് എക്സ്പെക്റ്റ് ചെയ്യുന്ന പാർട്ടീസും. സോ ബുള്ളിഷ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന പാർട്ടീസാണ്. അവർ കോൾ ഓപ്ഷൻ വാങ്ങിക്കൊണ്ടാണ് സ്പെക്കുലേഷനിൽ എൻഗേജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ പ്രൈസ് കൂടുകയാണെങ്കിൽ അവർ കോൾ ഓപ്ഷൻ എക്സസൈസ് ചെയ്യുകയും പ്രോഫിറ്റ് ഉണ്ടാക്കുകയും ചെയ്യും. അതേസമയം ബിയറിഷ് ട്രെൻഡ് എക്സ്പെക്റ്റ് ചെയ്യുന്നവർ അല്ലെങ്കിൽ പ്രൈസ് കുറയുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നവർ പുട്ട് ഓപ്ഷൻ വാങ്ങിക്കൊണ്ടാണ് സ്പെക്കുലേറ്റ് ചെയ്യുന്നത്. അവർ പുട്ട് ഓപ്ഷൻ പ്രകാരമുള്ള ഹയർ റേറ്റിന് അസറ്റ് വിൽക്കും. അതിൻ്റെ പ്രൈസ് അവർ ഉദ്ദേശിച്ച പോലെ കുറയുകയാണെങ്കിൽ അപ്പോഴും അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയാണ് സ്പെക്കുലേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഹെഡ്ജിങ് വിത്ത് ഓപ്ഷൻസ് എന്നുള്ള ഏരിയയിൽ സ്പെക്കുലേഷൻ കൂടി കവർ ചെയ്തിട്ട് പറയാനുള്ളത്. ഇനിയും കുറച്ചുകൂടി അതർ ഓപ്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജീസ്, അതായത് ഓപ്ഷൻസ് കമ്പൈൻ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഹെഡ്ജ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്പെക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ള ഏരിയ കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. താങ്ക് യു.